Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ keep and put ഈ രണ്ട് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നു, അതായത് ഞാൻ വാക്ക് പാലിക്കുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? ഐ കീപ് മൈ വേർഡ്. ഐ കീപ് മൈ വേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നു എന്നാണ് മീനിങ്. ഇനി നീ പ്രോമിസ് ചെയ്ത കാര്യം നീ പാലിക്കുക, അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്യുക എന്ന് പറയണമെങ്കിൽ കീപ് യുവർ പ്രോമിസ്. കീപ് യുവർ പ്രോമിസ്, അതായത് നീ വാഗ്ദാനം പാലിക്കുക എന്ന് പറയാനാണ് കീപ് യുവർ പ്രോമിസ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, ഇത് മനസ്സിൽ വെച്ചേക്കണേ, അല്ലെങ്കിൽ ഇത് മനസ്സിൽ വെക്കുക. അതെങ്ങനെ പറയും? കീപ് ദിസ് ഇൻ മൈൻഡ്. കീപ് ദിസ് ഇൻ മൈൻഡ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പം ഇത് മനസ്സിൽ വെക്കുക എന്ന് പറയാനാണ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഇനി അടുത്തത്, നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഒരു കാര്യം ചെയ്യുമ്പം അപ്പം അവിടെ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളെയും കൂടി അറിയിക്കുക എന്ന് പറയത്തില്ലേ, അതിന് യൂസ് ചെയ്യാവുന്ന ഫ്രേസാണ് കീപ് മീ ഇൻ ദ ലൂപ്പ്. കീപ് മീ ഇൻ ദ ലൂപ്പ്. അതായത് നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നാലും അത് എന്നെ കൂടി അറിയിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീപ് മീ ഇൻ ദ ലൂപ്പ് എന്ന് പറയുന്നത്. കീപ് മീ ഇൻ ദ ലൂപ്പ്. ഇനി അടുത്തത്, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയത്തില്ലേ, ബന്ധം പുലർത്തുക. അതായത് ഇടയ്ക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാൻ നമ്മൾ പറയത്തില്ലേ. സോ അതിന് യൂസ് ചെയ്യാവുന്ന ഫ്രേസാണ് കീപ്പ് ഇൻ ടച്ച്. കീപ്പ് ഇൻ ടച്ച്, അതായത് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് മീനിങ്. കീപ്പ് ഇൻ ടച്ച്. ഇനി അടുത്തത്, നമ്മൾ മിണ്ടാതിരിക്കൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? കീപ് ക്വയറ്റ്. കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കൂ എന്നാണ് മീനിങ്. കീപ് ക്വയറ്റ്, അതായത് മിണ്ടാതെ ഇരിക്കൂ എന്നാണ് മീനിങ്. കീപ് ക്വയറ്റ്. ഇനി നമുക്ക് ആരെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എൻകറേജ് ചെയ്യണം. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരെ എൻകറേജ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് ആണ് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്, അതായത് ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് വീണ്ടും ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം കീപ്പ് ഇറ്റ് അപ്പ്. കീപ്പ് ഇറ്റ് അപ്പ്, അതായത് പോസിറ്റീവായിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും തുടരുക എന്നുള്ള മീനിങ് ആണ്. ഒന്നുകിൽ കീപ്പ് ഇറ്റ് അപ്പ് അല്ലെങ്കിൽ കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. ഇനി അടുത്തത്, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണ്, പക്ഷെ ആ ചെയ്തതിൽ റിസൾട്ട് കിട്ടിയില്ല. അപ്പം നമ്മൾ പറയത്തില്ലേ, വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന് പറയാം കീപ് ട്രൈയിങ്. കീപ് ട്രൈയിങ് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് മീനിങ്. കീപ് ട്രൈയിങ്. ഇനി അടുത്തത്, നമുക്കിപ്പോൾ ഒരു കാര്യം ഒഴിവാക്കുക എന്ന് പറയണം. അതിനെ കീപ്പ് എവേ എന്നാണ് പറയുന്നത്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം കുട്ടികളെ കമ്പ്യൂട്ടറിൽ നിന്ന് അകറ്റി നിർത്തുക. അതെങ്ങനെ പറയും? കീപ് ദ കിഡ്സ് എവേ ഫ്രം ദ കമ്പ്യൂട്ടർ. കീപ് ദ കിഡ്സ് എവേ ഫ്രം ദ കമ്പ്യൂട്ടർ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയാൻ കീപ്പ് എവേ ഫ്രം എന്താണോ അത് പറയുക. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യത്തെ തൊടരുത് എന്ന് നമുക്ക് പറയണമെങ്കിൽ കീപ് യുവർ ഹാൻഡ്സ് ഓഫ് എന്ന് പറയാം. കീപ് യുവർ ഹാൻഡ്സ് ഓഫ്, അതായത് നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ തേപ്പൊടിയെ തൊടരുത് എന്ന് പറയാം കീപ് യുവർ ഹാൻഡ്സ് ഓഫ് ദ അയൺ ബോക്സ്. കീപ് യുവർ ഹാൻഡ്സ് ഓഫ് ദ അയൺ ബോക്സ് എന്ന് പറഞ്ഞാൽ അയൺ ബോക്സിൽ തൊടരുത് എന്നാണ് മീനിങ്. കീപ് യുവർ ഹാൻഡ്സ് ഓഫ് ദ അയൺ ബോക്സ്. ഇനി അടുത്തത്, നിന്റെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? കീപ് യുവർ ഹാൻഡ്സ് ക്ലീൻ. കീപ് യുവർ ഹാൻഡ്സ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നിന്റെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ് മീനിങ്. കീപ് യുവർ ഹാൻഡ്സ് ക്ലീൻ. ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, നിന്റെ വായ ഒന്ന് അടച്ചു വെക്കുക, അല്ലെങ്കിൽ നിന്റെ വായ അടച്ചു പിടിക്കുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? കീപ് യുവർ മൗത്ത് ഷട്ട്. കീപ് യുവർ മൗത്ത് ഷട്ട്, അതായത് ഒന്നും പറയണ്ട, വായടച്ച് വെച്ചോളൂ എന്നാണ് മീനിങ്. കീപ് യുവർ മൗത്ത് ഷട്ട്. ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇത് നീ വെച്ചോളൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? കീപ്പ് ഇറ്റ് വിത്ത് യു. കീപ്പ് ഇറ്റ് വിത്ത് യു. വിത്ത് യു എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം എന്നാണ്. അപ്പോൾ കീപ്പ് ഇറ്റ് വിത്ത് യു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വെച്ചോളൂ എന്നാണ് മീനിങ്. കീപ്പ് ഇറ്റ് വിത്ത് യു. ഇനി അടുത്തത്,
നമ്മൾ കണക്ക് സൂക്ഷിക്കുക എന്ന് പറയത്തില്ലേ, അതായത് നീ എത്രമാത്രം ചിലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് സൂക്ഷിക്കുക, അതിന് പറയുന്നത് കീപ്പ് ആൻ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ കീപ്പ് ആൻ അക്കൗണ്ട് ഓഫ് ഹൗ മച്ച് യു ആർ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലവാക്കുന്നതിൻ്റെ ഒരു കണക്ക് സൂക്ഷിക്കുക എന്നാണ് മീനിങ്. സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലവാക്കുക എന്നാണ് മീനിങ്. സോ കീപ്പ് ആൻ അക്കൗണ്ട് ഓഫ് ഹൗ മച്ച് യു ആർ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾ ചിലവാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് സൂക്ഷിക്കുക എന്നാണ് മീനിങ്. കീപ്പ് ആൻ അക്കൗണ്ട് ഓഫ് ഹൗ മച്ച് യു ആർ സ്പെൻഡിങ്. ഇനി അടുത്തത് നമ്മൾ പറയത്തില്ലേ രഹസ്യം സൂക്ഷിക്കുക. രഹസ്യം സൂക്ഷിക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കീപ്പ് എ സീക്രട്ട് എന്നാണ്. അപ്പോൾ അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നെങ്ങനെ പറയും? കീപ്പ് ഇറ്റ് എ സീക്രട്ട്. കീപ്പ് ഇറ്റ് എ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നാണ് മീനിങ്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം. സോ കീപ്പ് ഇറ്റ് എ സീക്രട്ട്, അത് രഹസ്യമായി സൂക്ഷിക്കുക. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയണമെന്ന് വെച്ചോ, അതിന് നമ്മൾ കീപ്പ് ഡൂയിങ് സംതിങ് എന്നാണ് പറയുന്നത്. കീപ്പ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് പുട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നോക്കാം. നമ്മൾ സാധാരണ ഫോൺ ചെയ്യുമ്പം ഫോൺ ഇന്നയാൾക്ക് കൊടുക്കാം എന്ന് പറയത്തില്ലേ, അതിന് പുട്ട് ഓൺ എന്ന ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ അരുണിന് കൊടുക്കാം എന്ന് പറയാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ വിൽ പുട്ട് അരുൺ ഓൺ. ഐ വിൽ പുട്ട് അരുൺ ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ അരുണിന് കൊടുക്കാം എന്നാണ് മീനിങ്. ഇനി അരുണിനൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിക്കണമെങ്കിലോ ക്യാൻ യു പുട്ട് അരുൺ ഓൺ എന്ന് ചോദിച്ചാൽ മതി. ക്യാൻ യു പുട്ട് അരുൺ ഓൺ എന്ന് പറഞ്ഞാൽ അരുണിന് ഫോണൊന്ന് കൊടുക്കാമോ എന്നാണ് മീനിങ്. ക്യാൻ യു പുട്ട് അരുൺ ഓൺ. ഇനി അടുത്തത് നമ്മൾ വണ്ണം വെക്കുക എന്ന് പറയത്തില്ലേ, അതിന് പുട്ട് ഓൺ വെയിറ്റ് എന്നാണ് പറയുന്നത്. സോ നമുക്കിങ്ങനെ പറയണം, അതായത് ഞാൻ കഴിഞ്ഞ മാസത്തിൽ 2 കിലോ കൂടിയിട്ടുണ്ട്. കൂടിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യണം അല്ലേ. ഐ ഹാവ് പുട്ട് ഓൺ 2 kg ഇൻ ദ ലാസ്റ്റ് മന്ത്. ഐ ഹാവ് പുട്ട് ഓൺ 2 kg ഇൻ ദ ലാസ്റ്റ് മന്ത്. ഐ ഹാവ് പുട്ട് ഓൺ 2 kg എന്ന് പറഞ്ഞാൽ ഞാൻ 2 കിലോ കൂടിയിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇൻ ദ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തിൽ. സോ കഴിഞ്ഞ മാസത്തിൽ ഞാൻ 2 കിലോ കൂടിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഐ ഹാവ് പുട്ട് ഓൺ 2 kg ഇൻ ദ ലാസ്റ്റ് മന്ത്. ഇനി അടുത്തത് വെക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പുട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പുസ്തകങ്ങൾ ബാഗിനകത്ത് വെക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? പുട്ട് ദ ബുക്സ് ഇൻ ദ ബാഗ്. ഇവിടെ ബാഗിനകത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പസിഷൻ ഇൻ യൂസ് ചെയ്തത്. സോ പുട്ട് ദ ബുക്സ് ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ ബാഗിനുള്ളിൽ വെക്കുക എന്നാണ് മീനിങ്. ഇനി ഇത് മേശപ്പുറത്ത് വെക്കുക എന്ന് പറയണമെങ്കിലോ, എന്തിൻ്റെയെങ്കിലും പുറത്ത് എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രപ്പോസിഷൻ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മേശപ്പുറത്ത് വെക്കുക എന്നെങ്ങനെ പറയും? പുട്ട് ഇറ്റ് ഓൺ ദ ടേബിൾ. പുട്ട് ഇറ്റ് ഓൺ ദ ടേബിൾ. അതായത് ഇത് മേശപ്പുറത്ത് വെക്കുക എന്നാണ് മീനിങ്. ഇനി അവ ഒരുമിച്ച് വെക്കുക എന്ന് പറയണമെങ്കിലോ, ഒരുമിച്ച് എന്ന് പറയാൻ ടുഗെദർ എന്നാണ് പറയുന്നത്. സോ അവ ഒരുമിച്ച് വെക്കുക എന്ന് പറയാൻ പുട്ട് ദം ടുഗെദർ. പുട്ട് ദം ടുഗെദർ എന്ന് പറഞ്ഞാൽ അവ ഒരുമിച്ച് വെക്കുക എന്നാണ് മീനിങ്. ഇനി എന്തെങ്കിലും ഇടുക എന്നുള്ള മീനിങ്ങിൽ നമ്മൾ പുട്ട് ഓൺ യൂസ് ചെയ്യാറുണ്ട്. അതായത് നിൻ്റെ കോട്ട് ഇടുക എന്ന് പറയണം. അതെങ്ങനെ പറയും? പുട്ട് ഓൺ യുവർ കോട്ട്. പുട്ട് ഓൺ യുവർ കോട്ട് അല്ലെങ്കിൽ പുട്ട് യുവർ കോട്ട് ഓൺ എന്നും പറയാം. പുട്ട് ഓൺ യുവർ കോട്ട് അല്ലെങ്കിൽ പുട്ട് യുവർ കോട്ട് ഓൺ. ഇനി ഇതേപോലെ തന്നെ ഷൂസ് ഇടാൻ പറയണമെങ്കിലോ, കോട്ടിൻ്റെ സ്ഥാനത്ത് ഷൂസ് ആക്കിയാൽ മതി. പുട്ട് യുവർ ഷൂസ് ഓൺ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഷൂസ് ഇടുക എന്നാണ്. പുട്ട് യുവർ ഷൂസ് ഓൺ. ഇതേപോലെ തന്നെ വാച്ച് കെട്ടുക എന്ന് പറയണമെങ്കിൽ പുട്ട് യുവർ വാച്ച് ഓൺ എന്ന് പറഞ്ഞാൽ മതി. പുട്ട് യുവർ വാച്ച് ഓൺ എന്ന് പറഞ്ഞാൽ നിൻ്റെ വാച്ച് കെട്ടുക അല്ലെങ്കിൽ വാച്ച് ഇടുക എന്നുള്ള മീനിങ് ആണ് പുട്ട് യുവർ വാച്ച് ഓൺ. അതേപോലെ തന്നെ നമ്മൾ തൊപ്പി വെക്കുക. തൊപ്പി വെക്കാൻ പറയണമെങ്കിലും പുട്ട് യുവർ ഹാറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ മതി. പുട്ട് യുവർ ഹാറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ നിൻ്റെ തൊപ്പി വെക്കുക എന്നുള്ള മീനിങ് ആണ്. ഇതേപോലെ തന്നെ മേക്കപ്പ് ഇടുക എന്ന് പറയാനും ഈ സെയിം രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ പറയണം, അവൾ കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് മേക്കപ്പ് ഇടുകയായിരുന്നു. അതെങ്ങനെ പറയും? ഷി വാസ് പുട്ടിങ് ഓൺ ഹെർ മേക്കപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഷി വാസ് പുട്ടിങ് ഓൺ ഹെർ മേക്കപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ എന്നാണ്. ഷി വാസ് പുട്ടിങ് ഓൺ ഹെർ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവൾ മേക്കപ്പ് ഇടുകയായിരുന്നു എന്നാണ്.
She was putting on her makeup in front of the mirror. ഇനി നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, അതായത് എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തരുത്, അതെങ്ങനെ പറയും? ഡോണ്ട് പുട്ട് പ്രഷർ ഓൺ മീ. ഡോണ്ട് പുട്ട് പ്രഷർ ഓൺ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തരുത് എന്നാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം എന്നാണ് മീനിങ്. സോ ഡോണ്ട് പുട്ട് പ്രഷർ ഓൺ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തരുത് എന്നാണ് മീനിങ്. ഇനി ഈ ലൈറ്റ് ഒന്ന് ഓൺ ആക്കാമോ അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് ഇടാമോ എന്ന് ചോദിക്കാൻ അവിടെയും നമുക്ക് ഈ പുട്ട് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. അതായത് ഈ ലൈറ്റ് ഒന്ന് ഇടാമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു പുട്ട് ദ ലൈറ്റ് ഓൺ എന്ന് ചോദിക്കാം. ക്യാൻ യു പുട്ട് ദ ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഒന്ന് ഇടാമോ എന്നാണ് മീനിങ്. ക്യാൻ യു പുട്ട് ദ ലൈറ്റ് ഓൺ. ഇനി ഈ പുട്ട് ഓൺ യൂസ് ചെയ്യാവുന്ന വേറൊരു കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറയത്തില്ലേ അവൾ ശരിക്കും അസ്വസ്ഥയല്ല പക്ഷെ അവൾ അങ്ങനെ നടിക്കുകയാണ്, അതെങ്ങനെ പറയും? അവൾ ശരിക്കും അസ്വസ്ഥയല്ല എന്നെങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് റിയലി അപ്സെറ്റ്. ഷീ ഈസ് നോട്ട് റിയലി അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ അവൾ ശരിക്കും അസ്വസ്ഥയല്ല എന്നാണ് മീനിങ്. ഷീ ഈസ് ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഓൺ. ഷീ ഈസ് ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ നടിക്കുകയാണ് എന്നാണ് മീനിങ്. ഷീ ഈസ് നോട്ട് റിയലി അപ്സെറ്റ്. ഷീ ഈസ് ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഓൺ. അവൾ അങ്ങനെ നടിക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറയാം. ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അല്ലേ? ക്ലീനിങ്, കുക്കിങ്, ഇങ്ങനെ. അപ്പോൾ എന്നെ ശുചീകരണ ചുമതല ഏൽപ്പിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വാസ് പുട്ട് ഓൺ ക്ലീനിങ് ഡ്യൂട്ടീസ്. ഐ വാസ് പുട്ട് ഓൺ ക്ലീനിങ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ശുചീകരണ ചുമതല എന്നെ ഏൽപ്പിച്ചു എന്നാണ് മീനിങ്. ഐ വാസ് പുട്ട് ഓൺ ക്ലീനിങ് ഡ്യൂട്ടീസ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.